ഇരട്ടിയാർ ശാന്തിഗ്രാം സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും അറിയാതെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയതായി പരാതി. ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെയാണ് 6ാം ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായി മാറ്റിയത്. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടേതാണ് അനുമതിയില്ലാതെയുള്ള നടപടിയെന്നാരോപിച്ച് PTA രംഗത്തെത്തി. 1800-ലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ശാന്തിഗ്രാം ഗാന്ധിജി സ്കൂൾ. പഠന നിലവാരം കണക്കിലെടുത്ത് നിരവധി കുട്ടികൾ വർഷം തോറും ഇവിടേക്ക് എത്തുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് ഇത്തവണ 6ാം അധ്യയന വർഷത്തെ കണക്കെടുപ്പ് നടത്തിയത്. വെള്ളിയാഴ്ച വരെ സ്കൂളിലുണ്ടായിരുന്ന 5 കുട്ടികളെ ശനി, ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച കുട്ടികളെ കാണാതായതോടെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ വിവരങ്ങളുള്ള സമ്പൂർണ്ണ പോർട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. 3 കുട്ടികൾ 5ാം ക്ലാസ്സിലും 2 പേർ 8ാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ്. ഈ കുട്ടികളിൽ ആരും തന്നെ TC-ക്കായി സ്കൂളിൽ അപേക്ഷ നൽകിയിരുന്നില്ല. സമ്പൂർണ്ണ പോർട്ടൽ വഴി കുട്ടികൾക്ക് TC അനുവദിക്കാൻ കഴിയുന്നത് പ്രധാന അധ്യാപകർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കുമാണ്. പോർട്ടലിൽ നിന്നും കുട്ടികളെ ഡിലീറ്റ് ചെയ്ത് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ചില ജീവനക്കാരുടെ സ്വാർത്ഥ താൽപര്യമാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും പരാതി നൽകിയതായും PTA ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ DEO ഓഫീസിൽ ടോജിൻ എന്ന് പറയുന്ന സൂപ്രണ്ട് ഇടപെട്ട് സമീപ പ്രദേശത്തെ സ്വകാര്യ സ്കൂളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഡിവിഷനുകൾ നിലനിർത്താൻ വേണ്ടി പുതിയ ഡിവിഷനുകൾ അനുവദിപ്പിച്ചുകൊണ്ട് നിയമനം നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ അഴിമതിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. അത് വിദ്യാഭ്യാസ വകുപ്പിനുള്ളിലിരിക്കുന്ന ചില തൽപര കക്ഷികളായ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെട്ടിരുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഇന്ന് വിശദമായി വിവരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു. അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് PTAക്ക് പറയാനുള്ളത്. കുട്ടികളുടെ വിവരങ്ങൾ നീക്കം ചെയ്ത ശേഷം തിങ്കളാഴ്ച ഓൺലൈനായി TC-ക്ക് അപേക്ഷ നൽകി തിരിമറി നടത്തിയിട്ടുണ്ട്. മറ്റൊരു കുട്ടിയുടെ അപേക്ഷ രക്ഷകർത്താക്കൾ അറിയാതെ ഓൺലൈനായി എത്തിയെങ്കിലും സ്കൂൾ മാറാൻ താൽപ്പര്യമില്ലെന്ന് ഇവർ എഴുതി നൽകുകയും ചെയ്തു. അനുമതിയില്ലാതെ കുട്ടികളെ സ്കൂൾ മാറ്റിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മന്ത്രിക്കും പരാതിയും നൽകിയിട്ടുണ്ട്. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണം തുടങ്ങിയതായും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മണികണ്ഠൻ പറഞ്ഞു. സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളിലെ ഡിവിഷൻ നഷ്ടപ്പെടാതിരിക്കാനും പുതിയ ഡിവിഷനുകൾ അനുവദിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇത്തരം നടപടിയിലൂടെ വലിയ സാമ്പത്തിക അഴിമതിയും അട്ടിമറിയുമാണ് നടക്കുന്നതെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു. കൂടാതെ +1 മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ കുട്ടിയുടെ സഹോദരങ്ങളെ കൂടി അതത് സ്കൂളിലേക്ക് മാറ്റണമെന്ന് സ്കൂൾ അധികൃതർ നിർബന്ധം പിടിക്കുന്നതായും വിവരമുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും മലയാളം മീഡിയത്തിലേക്ക് പെട്ടെന്ന് സ്കൂൾ മാറ്റുന്നത് കുട്ടികളെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. കുട്ടികളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസിലെ ചില ജീവനക്കാരുടെ അനധികൃത ഇടപെടലുകൾ സംബന്ധിച്ച് വിജിലൻസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.